ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഈ വീഡിയോ എന്തെന്ന് വെച്ചാല് നമ്മൾ ട്രിപ്പ് പോവുകയാണ്. അപ്പം നമ്മൾ 5 പേരുണ്ട്. ഇപ്പൊ ഞാൻ നിരഞ്ജനാണുള്ളത്. നമ്മൾ പോയി ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യാം. 3 പേരും കൂടെ ഉണ്ട്. ലക്ഷ്മി ചേച്ചി കൂടെ ഇല്ല. ലക്ഷ്മി ചേച്ചി ഓൾറെഡി നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ 2 വട്ടമൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി ചേച്ചി കാണത്തില്ല. ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മേഹനെ പിക്ക് ചെയ്യാൻ ഇസാനിയില്. നമ്മള് അടുത്ത ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ ഇസാനിയിലോട്ട് പോവാണ്. ഞാൻ സ്ഥലം പറഞ്ഞായിരുന്നല്ലോ അല്ലേ? നമ്മളുടെ പ്ലാൻ എന്തെന്ന് വെച്ചാല് ആദ്യം എങ്ങോട്ടാ? ആദ്യം സബാദൂരി, പിന്നെ ബോർജോമി, പിന്നെ ബോർജോമിയില് സ്റ്റേ. 2 ഡേ ട്രിപ്പാണ് കേട്ടോ ബോർജോമിയില് സ്റ്റേ. പിന്നെ നെക്സ്റ്റ് ഡേ പോയി ബക്കുരിയാണി. എന്നിട്ട് ലാസ്റ്റ് തിരിച്ചു വരുമ്പോ പറവാണി ലേക്ക് ത്രൂ അല്ലേ? പറവാണി ലേക്ക് കണ്ട് തിരിച്ചു വരും. പ്ലാൻ. ഇതൊക്കെ നടക്കുമെന്ന് അറിയാം. കാണാം. നമുക്ക് സമയവും പിന്നെ സാഹചര്യങ്ങളും. അവിടൊക്കെ മഞ്ഞൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ സ്ലോയിലൊക്കെയാണ് എടുക്കേണ്ടല്ലേ? ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും കാര്യങ്ങൾ. അപ്പം ഇപ്പൊ നമ്മൾ അടുത്ത ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും റെഡിയാവുന്ന വീഡിയോയും പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ അതെല്ലാം മറന്നുപോയി. അപ്പം പിന്നെ ഞാൻ മറന്നുപോയി. നേഹയുടെ ഫ്ലാറ്റിന് താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേഹ ഇപ്പൊ വരും. നേഹ എത്തി ഗായ്സ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജനാസ് യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ട്രിപ്പ് പോകുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? സബാദൂരി ഫോറസ്റ്റ്. അപ്പൊ നമ്മളെല്ലാം ബാക്കി വഴി കാണിച്ചു. സബാദൂരി ഫോറസ്റ്റ് ടിബ്ലിസിയുടെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ടിബ്ലിസി സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 20 to 30 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ സബാദൂരിയിലേക്ക്. ക്യാമ്പിങ്ങിനും പിക്നിക്കിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ സബാദൂരി. പിന്നെ 1 ഡേ ട്രിപ്പിനും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഓരോ സീസണിലും ഓരോ ഭംഗിയാണ്. നമ്മൾ പോയപ്പോൾ വലിയ സ്നോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ആദ്യമേ സ്നോയേ ഇല്ലായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് കുറേ പോയപ്പോഴത്തേക്ക് സ്നോ ഒക്കെ കണ്ടു തുടങ്ങി. ഈ നല്ല സ്നോ ഉള്ളപ്പോഴൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. മഴ പെയ്തതിനൊരു 2 ഡേയ്സ് കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടുത്തെ മരങ്ങളിലൊക്കെ സ്നോ കവേർഡായി നിൽക്കുന്ന കാണാം എന്നാണ് സൊഹൈലിക്ക പറയുന്നത്. വണ്ടി കേട്ടില്ല, വണ്ടി കൊണ്ടുവന്നു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സബാദൂരി ഫോറസ്റ്റിലെത്തി. ആദ്യം മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ പിന്നെ ഇവിടെയാണല്ലോ നിന്നത് രാവിലെ തൊട്ടെ. ഒന്നും കൂടെ മരം ഒന്ന് കുലുക്ക്. കുറച്ചേരം കൂടെ വയ്ക്കോ, വീഡിയോ കിട്ടിയില്ല. കുറച്ചേരം കൂടെ നിൽക്കാം. നമ്മൾ വലിയ ഷോ വന്ന് വീടുണ്ടോ? തീറ്റി എന്നുള്ളൊരു വിചാരമുള്ളല്ലേ.
ഇതെല്ലാം മരണം. പക്ഷെ ഇങ്ങനെ വീഴല്ലേടാ, ഞാൻ വീഴണം. നമ്മളിനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. അടുത്ത സ്പോട്ടാണ് സൂ. ബോർജോമി അല്ല, ഫുഡ് കൊടുക്കാൻ പോകുന്നു. നീന്തി കളിക്കുന്നു. വീഴുന്നില്ലേ? ആണല്ലേ? അത് കരടിക്കുള്ള ആപ്പിളാണ്. നീ എടുത്ത് വിശക്കുമ്പോ കഴിക്കില്ല കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല, നിലവാരം അതെ അതെ അതെ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുക അല്ലേ? കോമ്പറ്റീഷൻ പോലെയാണ്. കുറുക്കൻ മോനെ സീമ പന്നി ബാ. അതെ 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 അതെ. കഴുത പട്ടീനെ പോലെ വെച്ചിട്ടു. പറഞ്ഞത് പട്ടിയെ പോലെ ഒരു ഓറഞ്ച് ഉണ്ട്, അല്ല ആപ്പിൾ ഉണ്ട്. സോറി. കരടിക്കും ഇല്ല. ഇത് ഗർഭിണിയാണ്. നോക്കട്ടെ. ഓ ചൂടണ്ടാ. കൊള്ളാം. മനസ്സിലായി. നീ ഒന്നും കൊടുക്കില്ല ചേച്ചിയാണെന്ന്. അവിടെ പോകുമ്പോ തിരിച്ചാൽ അഞ്ചിലാറിക്ക് തിരിച്ച് അത് അയ്യോ അപ്പൊ രണ്ടെണ്ണം പോകും. ഇവിടെ രണ്ടെണ്ണം പോകും. പകുതിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? കടിച്ച് പതിയാക്കിക്കോ. നടക്കാത്ത കാര്യമാണ്. ഒരാള് പാതി പേടിയാ. എന്തോ ഒരാള് പാതി കഴിച്ചിട്ട് മറ്റേ കൊടുക്കാനാ? മോളെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. വേണ്ടേ? ഓ അപാര ബുദ്ധി തന്നെ, നേഹെ പോലെ തന്നെ. കുഞ്ഞു വായാണ്. വാ തുറക്കാൻ വയ്യ. ഇതിന് കൊടുത്തേ, പേടിക്കലടാ. അതിന് വായില്ല ചേട്ടാ. വായില്ല. ഒരെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത് നിലത്തുനിന്ന് പറക്കിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും വന്നല്ലേ? നിന്നെ കൊണ്ടൊന്നും പറ്റൂലടാ എന്നൊക്കെ. എന്താണ് ഒരു മൃഗത്തിന് ഇങ്ങനെ പറയുന്നത്? ബോധം വേണ്ടേ? ആപ്പിൾ ഇതിനും കൂടെ അറിയത്തില്ല. മൊണ്ടനോവല്ലോടെ ഇങ്ങനെ മൊണ്ടനോവല്ലേ? നിനക്കൊക്കെ ബുദ്ധി ഉണ്ടോടാ? ബുദ്ധി താലോലിക്കുന്ന പോലെ നിനക്ക് ഇഷ്ടപ്പെടുന്നു. ഇനി ഇവിടെ നിന്ന് കൊടുത്തിട്ടോ കുറച്ച് ഔട്ടും കേട്ടാ. ആദ്യം അടുത്ത് നിൽക്കണ്ട. അതല്ലടാ മോനെ തുന്നും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. ഹായ് കരടി കരടി. ഇവിടെ 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 ആര് അങ്ങോട്ട് പോവാ. ആദ്യം വരാൻ കാണിക്കും.
ഞാൻ ഡിപ്പെൻഡ് ചെയ്തിടാൻ എന്നാ ഇവർക്ക് കൊടുക്കാമല്ലോ. ഒരാപ്പിളുള്ളൂ. നോക്ക് നോക്ക് നോക്ക്. ആപ്പിളിന് പോലും നോക്കിയിട്ട് കൊറേ കൊടുത്തിട്ട് അവിടെ പോയി കൊടുക്കാം. അന്ന് ആപ്പിള് തരാം. കൊരടി മൊണ്ടനാണെന്ന് തോന്നുന്നു. കഴി കഴി കഴി. മഴ വന്നടി അവിടെ. ഈ പട്ടീനെ കൂടുതലിട്ടില്ല ഇതിനെ കണ്ടപ്പോ. രമണി നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വന്നു ഇങ്ങോട്ട്. ഞാൻ വരുത്തിക്കാം. രാമു ഇപ്പൊ ഒരു തുപ്പ് കിട്ടും. ഒരു കടി കയ്യിൽ നോക്കുമ്പോ കൈ അങ്ങനെ അധികം വരണ്ട അടുത്തേക്ക്. രണ്ടും എനിക്കുള്ളതാണ്. ഹായ്, അപ്പം നമ്മൾ ബോർജോമി പോകുന്ന വഴിയിലൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് കാണാൻ ഒരു തൂക്കുപാലം, അത് കാണാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ്. ഇനി ബോർജോമിയിലേക്കൊരു 22 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അപ്പം ബ്രിഡ്ജ് കാണിച്ചു തരാം. പറയണേ. എനിക്ക് കൊച്ചി ക്ലാസ് സ്പോൺസർ ചെയ്യാമെന്ന് നിതിൻ
പറഞ്ഞിട്ടുണ്ട്. അതല്ല സ്ഥലത്തെ പറ്റി പറയാൻ. ഇത് നമ്മൾ ഒരു പാലത്തില് വന്നേക്കുവാണ്. നമ്മൾ ബോർജോമി പോകുന്ന വഴി. പാലത്തിൽ വന്നിട്ടില്ല, പാലത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇഗ്നോർ മൈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതെനിക്ക് പറയത്തുള്ളൂ. എടാ അതൊക്കെ ഫണ്ണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ പാലത്തിൽ പോവും. ഇപ്പൊ തന്നെ പോവും. അപ്പൊ എനിക്ക് ഗുച്ചി ക്ലാസ് സ്പോൺസർ ചെയ്യുമെന്ന് സൊഹീൽ സലീം പറഞ്ഞു. ഗുച്ചി ക്ലാസ് അല്ലേ, മറ്റേ സെക്കൻഡ് ഡൽഹി ചോർ ബസാർ. ചുമ്മാ പോറ്, ഞാൻ നടന്നു. ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനായിട്ട് നമ്മൾ ടിബ്ലിസി ഇത് ഇത് കുടിക്കാൻ വേണ്ടി മാത്രം. അതെ. ഗായ്സ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട് സ്ഥലം. ഇവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യരില്ല. ഇതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. വീടല്ലേ? ഇല്ല. ഹായ്, കൊള്ളല്ലേ? ഊഞ്ഞാൽ ഊഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. ഊഞ്ഞാലുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അത് നമ്മുടെ ഹോട്ടപ്പുണ്ട്, പക്ഷെ അതിൽ തണുത്തുള്ളതാണ്. കിണറാണോ ഇനി? നോക്ക്, കൊള്ളാം. ഇരിക്കല്ലേ? ചൂടുവെള്ളം ആക്കണം, എന്നാലേ കൊള്ളാം. അതെങ്ങനെ വെക്കുന്ന? താക്കോലവിടെ. ആ, തുറന്നോ? കൃഷ്ണ കൃഷ്ണ തുറക്കാൻ കൈ ഇറക്കുന്നുണ്ട്. തണുപ്പല്ലേ? -2 സെന്റിഗ്രേഡ്. ഓ, ഇത് സ്പീക്കറൊക്കെ ഉണ്ട്. എവിടെ എവിടെ? ആ, കൊള്ളാം. എടാ, നമ്മള് ഗോർഗി കണ്ട ഷൂ റാക്ക് 10 ജെല്ലിന്റെ. കൊള്ളാല്ല. എടാ, അതുണ്ട്.
എല്ലായിടത്തും ലൈറ്റ് ഓൺ ആക്കിക്ക. ലൈറ്റ് ഒന്നും ഇല്ലേ? ആ യെസ്. അതെടുത്ത് കാറിലുണ്ട്. ഇവിടെ കൊറേ സാധനങ്ങൾ ഷട്ടിൽ ബാറ്റ് ഉണ്ട്. ഷട്ടിൽ കളിക്കാൻ ചാരസേര ഗെയിംസ് ഉണ്ട്. കളിക്കാറിയോ? ചെസ്സല്ലേ? ചുമ്മാത്തം കളിക്കാൻ പറ്റിയ സെറ്റ് സ്ഥലമാണ്. എന്നിട്ട് വേണം മിണ്ടല്ലോ കേറ്. നീ വാതർക്കിൽ പോയി അവിടെ മൂലിക്കെല്ലാം കിടന്നു. ഇവിടെ ഒന്നും ഇല്ലേ? എല്ലാവർക്കും കിടക്കാം. നമ്മളങ്ങനെ അധികം കിടക്കുന്നില്ലല്ലോ. ഇനി ഗെയിം കളിക്കണം. സഹേൽ സലീമിനെ ശല്യം ചെയ്യണം. കൊച്ചു നാളെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് നാളെ പക്രേലി പോണില്ലേ ആരും? ആരാന്ന് രാവിലെ എണീറ്റ് വേണ്ട, ബാക്കിയുള്ള ശല്യം ചെയ്തു വിളിക്കും. നിന്റെ തലയിൽ ഞാൻ നിർത്തും പുറത്ത്. ഞാൻ ഹോട്ടപ്പിലില്ലേ കഴുത്ത് ലോക്ക് ചെയ്തിട്ട് അത്തരും ലോക്ക് വെച്ചിട്ട് ഞാൻ എന്നിട്ട് എന്തായാലും ഞാൻ ഒന്ന് എല്ലാരും വിളിക്കും. എനിക്ക് അവിടെ മാറി ട്രിപ്പ് ചെയ്തോ. ഇതെന്തോണ്ട് എന്നൊരു ജിഗജില്ലാവും. മൈക്ക് ഉണ്ടായതില്ലേ? അയ്യോ ഇല്ല. രാജകുമാരി ഹലോ ഗൈസ്, അപ്പൊ നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എത്ര മണി അപ്പം നമ്മൾ ആയി കാണും. അപ്പൊ നമ്മൾ സബാദൂരി പോയി കുറെ ഫോട്ടോസ് എടുത്ത് അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ സബാദൂരി സൂയിൽ വന്ന് അവിടെ കുറെ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മളുടെ കുറെ സമയം അവിടെ പോയി. അങ്ങനെ തിരിച്ച് ബോർജോമിയിലേക്ക് വരാനായിട്ട് വന്നപ്പോഴത്തേക്ക് ബ്ലോക്കായി, ട്രാഫിക് കാരണം പിന്നെയും കുറെ സമയം പോയി. അങ്ങനെ ബോർജോമി എത്തിയപ്പോഴത്തേക്ക് നമ്മള് ഫുഡ് അല്ല ഇരുട്ടിയോണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ വന്ന് മിസ്റ്റേക്ക് ഇല്ല. നമ്മള് വന്നു ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചു ഒരു ടർക്കിഷ് റെസ്റ്റോറന്റിന്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതൊരു എ ഫ്രെയിം കോട്ടേജ് ആണ്, നമ്മുടെ പ്രൈവറ്റ് കോട്ടേജ് വിത്ത് ഹോട്ട് ടബ്, ഊഞ്ഞാൽ എല്ലാം ഉണ്ട്. സൂപ്പറാ. നമ്മള് മാത്രമല്ല പിന്നെ കുറച്ച് കുട്ടികളുണ്ട് പുറത്തുണ്ട്. നമുക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെ. പിന്നെന്താണ് ഇനി നമ്മൾ ഇവിടെ അതെ ക്രിസ്മസ് വൈബാണ് ഫുള്ള്. ബാക്കിലെ ക്രിസ്മസ് ട്രീ അടിച്ചത്. ഇതിനായിട്ടായി അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ്. ഇവിടെ നമുക്ക് കസിനോ വൈബിലുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ചട്ടിയില് നമ്മൾ ഇങ്ങനെ ഈ സാധനം ഇവിടെ എന്നിട്ട് നമ്മള് ഈ സാധനം ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇങ്ങനെ ചാത്തന്മാരേന്ന് വിളി ചാത്തന്മാരേ. അപ്പൊ ഇത് ഇങ്ങനെ വരും. ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നാണ്. ഇതൊക്കെ ഒരു വൈബ് സംഭവങ്ങളാണ്. നമുക്ക് കളിക്കാൻ അറിയുമ്പോഴത്തോണ്ട് നമ്മളിത് മാറ്റി വെക്കുന്നു. പിന്നെ നമ്മള് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഗെയിംസ് കളിക്കും. ഇവിടെ കുറെ ഗെയിംസ് ഇരിപ്പുണ്ട്. എങ്ങനെ കളിക്കണ്ടെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ പഠിക്കും. പിന്നെ ഞാൻ കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വൈബില്ലാത്ത പിള്ളേരാണ്. നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേക്കുന്നു. 8 മണിയാകുമ്പം 8 മണിക്ക് എഴുന്നേക്കണം. 9 മണിക്ക് നമുക്ക് ബോർജോമി എത്തണം. നമ്മൾ ബോർജോമിയിലാണ് താഴോട്ട് പോകണം.
അതെ, നമ്മൾ ബോർജോമിയുടെ മേളിൽ നിൽക്കുക. നമ്മളിനി താഴോട്ട് പോകണം. താഴെ പോയിട്ട് വേണം നമ്മൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബോർജോമി സെൻട്രൽ പാർക്കിൽ പോകണം. പിന്നെന്താ പിന്നെ ഓഫ് റോഡ് road. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ടു ബക്രി. പിന്നെ ബക്രിയാണി നമ്മളുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നാളെ പറയാം. നാളെ പറയാല്ലേ? ബക്രിയാണിയിൽ നമ്മൾ സ്കീ ചെയ്യും. പിന്നെ മേളിൽ കേബിൾ കാറിൽ പോകുന്നു. അതിൽ പോകണം. പിന്നെ കുറച്ച് കത്തി വെക്കുന്നു, ഫോട്ടോസ് എടുക്കണം, കുറച്ച് റീൽസ് എടുക്കണം. അത്രയും അല്ല. പിന്നെ പറവാണിയിലേക്ക് പോണം എന്നുണ്ട്. പക്ഷേ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. നോക്കാം. അതെ. അപ്പൊ ബിൻസൊക്കെ കാണിക്കാം. ഹിംസക്ക് ഇനി വഴിയെ കാണിച്ചു ആർക്കെങ്കിലും ഇത് കളിക്കാൻ അറിയുമെങ്കിൽ കമന്റ് ബില്ലോ കമന്റ്. ആർക്കും ഇല്ല. ആകെ 5 പേര് കാണും. അതിൽ 5 പേര് ഇവിടെ നിങ്ങളുടെ അമ്മ കാണും, എന്റെ അമ്മ കാണും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഓഡിയൻസ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്താലേ. ഓക്കെ, ബൈ ബൈ. ബൈ.